ഒരിക്കൽ കാട് മുഴുവനും ആഹാരം തേടി നടന്ന ഒരു കുറുക്കൻ കാലു തെറ്റി പൊട്ടക്കിണറ്റിൽ വീണു. അവന് കാര്യമായ മുറിവൊന്നും പറ്റിയില്ല. പക്ഷെ കയറി പോവാൻ മാർഗമുണ്ടായിരുന്നില്ല. കിണറിലാണെങ്കിലോ നല്ല വെള്ളവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു വയസ്സൻ മുട്ടനാട് ആ വഴി വന്നു. കിണറ്റിൽ കിടന്ന കുറുക്കൻ ആടിന്റെ ശബ്ദം കേട്ടു. പെട്ടെന്ന് അവനൊരു സൂത്രം തോന്നി. ഏയ് കേൾക്കുന്നുണ്ടോ? പുറത്ത് ആരെങ്കിലും ഉണ്ടോ? അവൻ മുട്ടനാടിനെ ഉറക്കെ വിളിച്ചു. കിണറിനുള്ളിൽ നിന്നും ശബ്ദം കേട്ട മുട്ടനാട് കിണറിലേക്ക് എത്തി വലിഞ്ഞു നോക്കി. കുറുക്ക, നീ എന്തിനാണ് കിണറ്റിലിറങ്ങിയത്? മുട്ടനാട് കുറുക്കനോട് ചോദിച്ചു. ആടമ്മാവൻ വിവരമൊന്നും അറിഞ്ഞില്ലേ? വലിയ വരൾച്ചയുടെ കാലം വരികയാണ്. ഈ കിണറ്റിലെ വെള്ളം വളരെ നല്ലതാണ്, വറ്റുകയുമില്ല. ഞാനതുകൊണ്ട് കിണറ്റിൽ ചാടി സ്ഥലം പിടിച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ അമ്മാവനും ഇങ്ങോട്ട് വരാം. വേറെ ആരെങ്കിലും വന്ന് സ്ഥലം പിടിക്കുന്നതിന് മുമ്പ് വന്നോളൂ. വേഗം ഇങ്ങോട്ട് ചാടിക്കോളൂ, കുറച്ചു വെള്ളമേ ഉള്ളൂ. കുറുക്കൻ മറുപടി പറഞ്ഞു. ആട് കൂടുതലൊന്നും ചിന്തിക്കാൻ മെനക്കെട്ടില്ല. അവൻ ഒറ്റ ചാട്ടത്തിൽ കിണറ്റിലെത്തി. കിട്ടിയ അവസരം കുറുക്കനും പാഴാക്കിയില്ല. അവനുടനെ ആടിന്റെ കൊമ്പിൽ ചവിട്ടി മുകളിലേക്കു ചാടി. പാവമാട് കുറുക്കന്റെ ചതി അപ്പോഴാണ് മനസ്സിലായത്. ഇനി ഞാൻ എങ്ങനെ പുറത്തു കിടക്കും കുറുക്കച്ച? അതിനുള്ളൊരു വഴി പറഞ്ഞതാ. ആട് ചോദിച്ചു. അമ്മാവനെ എന്തായാലും പ്രായമായില്ലേ? അതിൽ കിടന്നാൽ വെള്ളം കുടിച്ചെങ്കിലും ചാകാമല്ലോ. പിന്നെ ചാടുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. കുറുക്കൻ പറഞ്ഞിട്ട് തിരിഞ്ഞൊരൊറ്റ നടത്തം. മറ്റുള്ളവർ പറയുന്നത് അന്ധമായി വിശ്വസിച്ച് ഒന്നും ചെയ്യരുത്.